അവസാനം ലിങ്ക് ഇതിന്റെ ഒരു തരുന്നല്ലേ ഡയലോഗ്. പറഞ്ഞത്. പിന്നെ ആ ലിങ്കിലേക്ക് ഡയറക്റ്റ് കേറാൻ പറ്റുമല്ലോ അപ്പൊ. എടാ ഒരാള് പറയടാ. ഹിത ആ സമയമാകുമ്പോ അവര് നമുക്കായിട്ട് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഗൂഗിൾ ക്ലാസ് റൂം പോലത്തെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ ആ ക്ലാസ് റൂമിൽ കയറുക. നമ്മൾ സാധാരണ എന്നും കയറുന്ന ക്ലാസ് റൂം ആയിരിക്കില്ല. നമുക്കത് അവര് നമ്മളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ മെസ്സേജ് തരും. അതിൽ നമ്മൾ കയറുക. അതിൽ നമുക്കൊരു ലിങ്കും തരും. ആ ലിങ്കിൽ കയറി നമ്മൾ ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കുക. നമ്മളത് ചെയ്യുക. നമ്മൾ ആദ്യം ക്യാമറ ഓൺ ആക്കായിരിക്കും എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് നമ്മളെ കാണുന്നില്ല, അവരെയും കാണുന്നില്ല എന്നുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അതിൽ ലിങ്കിൽ കയറിയിട്ട് എക്സാം അറ്റൻഡ് ടീച്ചർ ഉണ്ടാവും. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, miss. Good afternoon. Okay. പെട്ടെന്ന് പറയാണ് കേട്ടോ, ഒന്നും പറയാനില്ല എനിക്ക്. ഓക്കെ, നാളെ എക്സാം ആണ്. ഇംഗ്ലീഷില് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നെന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? നോ ഐഡിയ. നമ്മളിവിടെ ഇരിക്കുന്നത് മിസ്സേ. എന്തോ മിസ്സിന്റെ ക്ലാസ് എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛാമ്മയൊക്കെ മരിച്ചുപോയി. പിന്നെ അച്ഛൻ ഓപ്പറേഷൻ ആയിരുന്നു. പിന്നെ എന്റെ ഫോണ് കേടായി പോയി. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ക്ലാസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഇംഗ്ലീഷില് 10 ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. നാളെ ടേം 1 എക്സാം ആണ്. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഉണ്ടാകും. അത് യൂണിറ്റ് 1 മുതൽ 8 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഓക്കെ, ഇനി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നൊന്നും പറയില്ല കേട്ടോ, ചാൻസ് ഉള്ളത് പറഞ്ഞു. ഫസ്റ്റ് നൗണിന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാലും കുഴപ്പമില്ല. ആൻസറും പറയാന്നാലും ഞാൻ അല്ലെ, ക്വസ്റ്റ്യൻസും ആൻസറും തന്നാലോ? അപ്ലോഡ് ചെയ്യട്ടെ ഞാൻ. ആൻസർ മാത്രം മതി, പാവങ്ങള് വെള്ളം. അതെ, ഓക്കെ. ഞാനിപ്പോ പറയാൻ വരുന്നതിന് ഭാഗ്യം വെച്ചിരുന്നാ മതി കേട്ടോ. അപ്പോ നൗൺ ചാപ്റ്ററിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കളക്ട് ചെയ്യുന്നതില് ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കളക്ടീവ് നൗൺ. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും കളക്ടീവ് നൗൺ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ? അല്ലെ, ഇത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുമല്ലേ? സിമ്പിൾ ആണ്. വളരെയധികം സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ നൗൺ, കളക്ടീവ് നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ദെൻ നമുക്ക് വെർബിന്റെ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ 3 വെർബ് ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെഗുലർ വേർബും ഇറഗുലർ വേർബും പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇറഗുലർ വേർബ് തന്നിരിക്കുന്നതില് ഇറഗുലർ വേർബ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഇറഗുലർ വേർബ് ഏതാണെന്ന് അറിയണം നിങ്ങൾ. എന്താണ് റെഗുലർ ആയിട്ട് പോവാത്ത വേർബാണ് ഇറഗുലർ വേർബ്. അതായത് ഈറ്റ്, ഈറ്റ് ആണ് അല്ലെ. അതില് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, തന്നിരിക്കുന്നതില് ഇറഗുലർ വേർബ് ഏതാണ് എന്നാലും ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻസ് വർക്ക്, പ്ലേ, കം ആൻഡ് മതി. 3 നമ്മൾ ഇത് വർക്ക് അല്ലേ മിസ്സേ? വർക്ക്, ഞാൻ പിന്നെ എന്താ പറഞ്ഞേ, കം ആൻഡ് റൈറ്റ്. വർക്ക്, കം ആൻഡ് വർക്ക്, കം, പ്ലേ. ഇതില് ഏതാണ് ഇറഗുലർ വേർബ്? വർക്ക്. എന്താ മിസ്സേ കേൾക്കുന്നില്ല? ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഈ എന്റെ 3 ഓപ്ഷൻസ് കേട്ടോളൂ. ആദ്യം പ്ലേ, വർക്ക്, കം, വാക്ക്. പ്ലേ, വർക്ക്, കം, വാക്ക്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഇറഗുലർ വേർബ്? കം. എല്ലാവരും ആൻസർ ഒന്ന് പറഞ്ഞു. ഇതില് ഇറഗുലർ വേർബ് ഏതാണ്? മിസ്സേ, വർക്ക് എന്ന് പറയുന്നത് റെഗുലർ വെർബ് അല്ലേ?
ആൻസർ പറഞ്ഞേ, ഈ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞേ. ഐഡന്റിഫൈ കമ്മാണോ? കമ്മാണോ? കം കം എന്നുള്ളതാണ് ആൻസർ. കമ്മ് കെയിമായിട്ട് വരുന്നുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ ഈഡി അല്ലേ ചേർക്കുന്നത്. കണ്ടോ? അപ്പൊ ഇറഗുലർ വെർബ് എന്താണ്? റെഗുലറായി പോവാത്ത വെർബാണ്. അപ്പൊ ഇതിൽ ഏതാണ്? കം ആണ്. കം കെയിം കം. പ്ലേ പ്ലേഡ് പ്ലേഡ്. വോക്ക് വോക്ക്ഡ് വോക്ക്ഡ്. വാക്ക് വാക്ക്ഡ് വാക്ക്ഡ്. അപ്പൊ ഇറഗുലർ വെർബ് ഏതാണ്? കം ആണ്. തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ 4 ഓപ്ഷൻസിൽ ഐഡന്റിഫൈ വിച്ച് ഈസ് ആൻ റെഗുലർ വെർബ്. വിച്ച് ഈസ് റെഗുലർ വെർബ്? ജമ്പ്. 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 ബാക്കി എല്ലാം എന്താണ്? ഇറഗുലർ വെർബ് ആണ്. ജമ്പ് ആണ് റെഗുലർ വെർബ്. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ. നമ്മുടെ ആർട്ടിക്കിൾ ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ. ആർട്ടിക്കിൾ എങ്ങനെയാ യൂസ് ചെയ്യാം? ആൻഡ് എ എവിടേക്കാണ് ആൻഡ് യൂസ് ചെയ്യേണ്ടത്? സൗണ്ട് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, വവൽസ് വരുമോ? വവൽ സൗണ്ട്. അല്ല, വവൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻ ആഡ് ചെയ്യാ. ഓക്കെ, എന്താണ് ആൻസർ? ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ആൻഡ് എ യൂറോപ്യൻ കൺട്രി. എന്നാണ് ആൻ എന്നാണ് പറയുന്നത്. യൂറോപ്പ് എന്നല്ലേ പറയുന്നേ, അപ്പൊ അതുകൊണ്ട് ആൻ അല്ലേ വരുന്നേ? യു കോൺസണന്റ് സൗണ്ട് അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്തെല്ലാവരും. കൺഫ്യൂഷൻ ആണോ? എ ആണ് ട്ടോ. മാറി പോകരുത്. എ ആണ്. കാണുമ്പോ അത് വൊവൽ ആണ്. ഈ വൊവലായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ സൗണ്ട് ആണ് നോക്കാം. യൂറോപ്യൻ. എ ആണ് വരാ. സഫിയ പറഞ്ഞ വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ നോട്ട് ചെയ്യൂ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഐ സ്റ്റഡി ഫോർ ഡാഷ് അവർ. ആൻ അവർ. കൺഫ്യൂഷൻ ഒന്നുമില്ല. ആൻ അവർ ആണ് അല്ലെ? ആൻ അവർ. യെസ്, ഞാൻ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, യാ. ദെൻ കോൺഗേർഡ് എന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ. അപ്പൊ വരേണ്ടത് ഈസ് ആണ് അല്ലെ? ഈസ് ആയിരിക്കും വരാം. ഇനിയിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ പ്ലൂരൽ ആണ്. 6 വരും. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് എന്ന് പറഞ്ഞാല് ഒരൊറ്റ സിംഗുലർ ആണ്. ഒരു കാറ്റിനെ അല്ലേ അത്? സിംഗുലർ ആണ് കേട്ടോ. ദ ബ്ലാക്ക് ആൻഡ് ദ വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ പ്ലൂറൽ. പ്ലൂറൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൈ അങ്കിൾ ആൻഡ് ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറയോ മിസ്സേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ സിംഗുലർ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ സിംഗുലർ ആണ്. ദ ബ്ലാക്ക് ക്യാറ്റ് ആൻഡ് ദ വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ രണ്ടും രണ്ടാണ്. ഓക്കെ ഓക്കെ. ആർട്ടിക്കിൾ ഒന്നുമില്ലാതെ വന്നാൽ അത് സിംഗുലറും, ആർട്ടിക്കിൾ വന്നാല് അതെന്താണ്? പ്ലൂറൽ ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. മൈ അങ്കിൾ ആൻഡ് ഫാദർ എന്നാണെങ്കിലോ? മൈ അങ്കിൾ ആൻഡ് ഫാദർ സിംഗുലർ.
സിംഗുലർ ആണ്. ഇനി മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ ആണെങ്കിലോ പ്ലൂറൽ ആണ്. മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ ആണെങ്കിൽ പ്ലൂറൽ ആണ്. ഓക്കെ, മറക്കരുത്. മനസ്സിലായോ? രണ്ട് മൈ ഒരൊറ്റ മൈയിൽ പറയുകയാണെങ്കിൽ സിംഗുലർ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ ദ ബ്ലാക്ക് ആൻഡ് ദ വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്. മനസ്സിലായി? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് അഡ്ജക്റ്റീവ് എന്ന ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയാലോ? നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അത്രയും പഠിക്കുക. സിമ്പിൾ ആണല്ലോ. ഷീസ് സ്മാർട്ട് ഗേൾ. അല്ലെ, സ്മാർട്ട് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആഡ്വർബ് എന്താണ്? നൗണിനെയോ നൗണോ പ്രോനൗണോ ചെയ്തൊരു പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആഡ്വർബ്. ഷീ സിംഗ്സ് ബ്യൂട്ടിഫുള്ളി. പാട്ട് പാടിയതാണ് ബ്യൂട്ടിഫുള്ളി ആയത് അല്ലെ. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന വേർഡ് ആഡ്വർബ് ആണ്. ആഡ്വർബ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചു വെക്കുക. അഡ്ജക്റ്റീവിന് ആഡ്വർബിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ നമുക്ക് പ്രോനൗൺ. നമ്മൾ പ്രോനൗണിലേക്ക് പോയില്ല. പ്രോനൗണില് കീവേഡ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, കീവേഡ്സ് അറിയാലോ. എല്ലാത്തിന്റെയും കീവേഡ്സ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കീവേഡ് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോനൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരു കീവേഡ് ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് ചോദിക്കും. ഇതില് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് പ്രോനൗൺ ആണ്. 4 ഓപ്ഷൻസ് വരും. 4 ഓപ്ഷൻസിൽ നിന്നും ആ പ്രോനൗൺ നിങ്ങൾ പിക്ക് ചെയ്യണം. ഓക്കെ, ചിലപ്പോ ഈച്ച് അതർ. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഹു ആർ യു എന്ന് ചോദിച്ചു. ഹു ആർ യു എന്നിട്ട് നമ്മൾ ഹു ഇല്ല അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തു. ഹു ആർ യു എന്നാണ് ചോദിച്ചത്. ഹു ആർ യു. WHO ഹൂവിന്റെ അടിയിൽ നമ്മളൊരു അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് പറയാണ് അണ്ടർലൈൻ ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. ചോദിച്ചത് 4 ഓപ്ഷൻസ് തരാണ്. എന്തൊക്കെയാണ്? ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ, എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ, ഇന്ററോഗേറ്റീവ് പ്രോനൗൺ. വിച്ച് പ്രോനൗൺ കറക്റ്റ് ആൻസർ ചെയ്താ? ഇന്ററോഗേറ്റീവ് പ്രോനൗൺ. യെസ്, ഇന്ററോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഇനിയിപ്പോ നോബഡി ഈസ് അലൗഡ്. ഇതില് നോബഡി ഏത് പ്രോനൗൺ ആണ്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. എന്തോ? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇനി നെക്സ്റ്റ് റിലേറ്റീവ് പ്രോനൗൺ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കും. ഇപ്പോ ദ മാൻ ഹൂ stand beside the car. The man who stand beside the car, stood beside the car എന്ന് പറഞ്ഞു. ഇതില് ഹൂ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കും. എന്താ പറഞ്ഞു കേട്ടില്ലേ? മാൻ ഹൂ stood beside the car. Okay. ഇതില് ഹൂ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കും ഏത് പ്രോനൗൺ ആണ്. ഏതാണ്? റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ. ഹൂ കണ്ടപാട് നിങ്ങൾ ഇന്ററോഗേറ്റീവ് ആണ് എഴുതിയത്. ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു ഞാൻ. പ്രോനൗണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. റിലേറ്റീവ് പ്രോനൗണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. Then adjective, adverb, then article, conjugate. ഇതിനൊക്കെ ഓരോന്നും ഇതാണ് കേട്ടോ. conjugate, then irregular verb, പിന്നെ collective noun. ഓക്കെ, ഇനി വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ adjective, adverb phrase ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും കേട്ടോ. adverb phrase ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതറിയാലോ. ഒരാള് ചെയ്ത പ്രവൃത്തിയെ ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ആഡ്വർബ് ഫ്രേസ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ ഫ്രേസ് ഡൗട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇപ്പോ ചിലപ്പോ ഒരു വേർഡ് വെച്ചിട്ടായിരിക്കും അത് മോഡിഫൈ ചെയ്യാന്ന് വിചാരിക്കൂ. ഷീ റൈറ്റ്സ് വെരി വെൽ. ഷീ റൈറ്റ്സ് എ ലെറ്റർ വെരി വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ റൈറ്റ്സ് ദ നോവൽ ക്ലിയർലി എന്നൊക്കെ പറയാം.
ഒരു വേർഡ് ഉള്ളൂ എന്ന് വിചാരിക്കും. സപ്പോസ് അത് മോഡിഫൈ ചെയ്ത് ഒരു വേർഡ് വെച്ചിട്ടാണ് വിചാരിക്കും. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫ്രേസിന്റെ ഓപ്ഷൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ്, ആഡ്വർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓപ്ഷൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. നിങ്ങൾക്കപ്പോ മനസ്സിലാവുമല്ലോ അത് ഫ്രേസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവുമല്ലോ ഇല്ലേ? ഓപ്ഷൻസ് നോക്കി അറിയാൻ പറ്റും. അപ്പോ നിങ്ങൾ എന്ത് കറക്റ്റ് ആൻസർ ചെയ്തായിരിക്കും? ഷീ റൈറ്റ്സ് വെരി വെൽ. ഷീ റൈറ്റ്സ് എ നോവൽ ക്ലിയർലി. ഏത് ഫ്രേസ് ആണ് അപ്പോ? adverb phrase. adverb phrase എന്താണ് പറയാൻ ബുദ്ധിമുട്ട്? ഒന്നിൽ കൂടുതൽ മോഡിഫൈ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് adverb phrase ആയിരിക്കും. അതെ, ഓക്കെ. ഇനി അഥവാ ഒരു വേർഡ് വെച്ചിട്ടാണ് അത് മോഡിഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എന്നിട്ട് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന ഫ്രേസിന്റെ ഓപ്ഷൻസ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾ എന്താണ് അത് ഫ്രേസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, നിങ്ങളപ്പോ വിചാരിക്കരുത് അയ്യോ ഇത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ ഫ്രേസ് ആകും എന്നൊന്നും വന്നിട്ട് ചിന്തിക്കണ്ട. മനസ്സിലായോ? ക്വസ്റ്റ്യൻ കണ്ടു, ഓപ്ഷൻസ് നോക്കാം, കറക്റ്റ് ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് പാസീവ് വോയിസ്. നമ്മുടെ പാസീവ് വോയിസിൽ നിന്ന് വരും. എക്സാമ്പിൾ പറയണേ മെസ്സേജിലൊന്ന്. എക്സാമ്പിൾ പറയുന്നുണ്ടോ? ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. അതിന് പാസീവ് വോയിസിലേക്ക് മാറ്റി എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത് എനിക്ക്. ഹി പ്ലേസ് ക്രിക്കറ്റ് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാം. A cricket is played by him എന്നാണോ? തെറ്റാണെന്ന് അറിയില്ല. ഇത് ഞാൻ കുറെ ആയി പഠിച്ചു നോക്കിട്ടേ. അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇംഗ്ലീഷ്. കറക്റ്റ് ആണ്. എന്തോ ഒരു സംഭവം വെറുതെ ആഡ് ആയി പോയി. അത് വേണ്ട. Cricket is played by him. Cricket is played by him. Okay, cricket is played by him എന്നാണ് വരാട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ടീച്ചറെ. എ ക്രിക്കറ്റ് എന്ന് പറഞ്ഞല്ലേ? എ വേണ്ട കേട്ടോ, അതാണ് സഫിയ. നമുക്ക് ആർട്ടിക്കിൾ വേണ്ട. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്നാണ്. ഓക്കെ ടീച്ചർ, ഇത് എങ്ങനെ വരിക അതിന്റെ ക്വസ്റ്റ്യന്? നമ്മൾ ആൻസർ പറഞ്ഞു, എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഇപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരാം. ദ പാസീവ് ഫോം ഓഫ് ഹി പ്ലേസ് ക്രിക്കറ്റിന്റെ പാസീവ് ഫോം ഏതാണ്? ദ പാസീവ് ഫോം ഓഫ് ഹി പ്ലേസ് ക്രിക്കറ്റ്. എന്നിട്ട് 4 ഓപ്ഷൻസ് തരും. അതായത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് തരിക. അത് നമ്മൾ പാസീവ് ആക്കുക. അതെ, പാസീവ് വോയിസിൽ 4 ടൈപ്പ് പാസീവ് വോയിസ് നിങ്ങൾ ഓപ്ഷനിൽ ഉണ്ടാകും. അതിൽ പൊട്ട തെറ്റ് വരെ ഉണ്ടാകും. മനസ്സിലായോ? കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾ ചെയ്യേണ്ട എത്ര ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്ന് ഒന്നുകൂടെ പറയോ? കേട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ ദ പാസീവ് ഫോം ഓഫ് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് 4 ഓപ്ഷൻസ് തരും. അതില് ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ഹിം, ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് ബൈ ഹിം, ക്രിക്കറ്റ് വാസ് പ്ലേയിങ് ബൈ ഹിം, ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. മനസ്സിലായോ? പല രീതിയിൽ ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് കണ്ടാല് നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ പാസീവ് വോയിസ് എന്താണെന്ന്. നിങ്ങൾക്ക് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാനും അറിയാലോ. നിങ്ങൾ സ്വന്തമായിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ആൻസർ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അത് ആൻസർ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഈ പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ വന്നാല് ഒരിക്കലും ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കരുത്. മനസ്സിലായോ? കറക്റ്റ് ആൻസർ അറിയാവുന്ന കൺഫ്യൂഷൻ വരും. അതാണ് വായിച്ചു നോക്കിയത് കേട്ടോ. ബാക്കി ഏത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ വിഷയമില്ല. പക്ഷെ ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കരുത്. നമുക്ക് തന്നെ വട്ടാകും. നോക്കിയിട്ട് ഏത് ടെൻസ് ആണ് നോക്കിയിട്ട് പാസീവ് മാറ്റാം. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. എന്നിട്ട് ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോപ്പർ നമ്മുടെ കളക്റ്റീവ് നൗണിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്,
പ്രോപ്പർ നൗണിലുണ്ട്, റിലേറ്റീവ് പ്രൊണൗണിലുണ്ട്, വെർബിൽ റെഗുലർ വെർബിനുണ്ട്, then ആക്റ്റീവ് വോയിസ്, ആർട്ടിക്കിൾ. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നിട്ട് ആക്റ്റീവ് വോയിസും ചോദിക്കോ? എന്തായാലും ഒരു ക്വസ്റ്റ്യേ ഉള്ളൂ, 10 ക്വസ്റ്റ്യനുകളേ ഉള്ളൂ. ടെൻസസ് ഇല്ലേ ടീച്ചർ? അപ്പൊ ടെൻസസ് ഉൾപ്പെടുത്തിയിട്ടില്ലേ? ടെൻസിന്നാണ് ആക്റ്റീവ് വോയിസ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റത്തില്ല, 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, ലിമിറ്റ് ഉണ്ട് അല്ലെ. അപ്പോ എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെന്താണ്, ആർട്ടിക്കിളിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, കോൺവേർഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അഡ്ജക്റ്റീവ് എന്നൊരു ക്വസ്റ്റ്യൻ, ആഡ്വേർബ് എന്നൊരു ക്വസ്റ്റ്യൻ, ആഡ്വേർബും ഫ്രേസി എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സമാധാനം. ഇനി എങ്ങാനും ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങാനും ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു. ഓക്കെ, സമാധാനത്തിന്റെ വെള്ളരി പറവകൾ പറക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ കാണുമ്പോ കിളിയോന്ന് അറിഞ്ഞൂടാ. ടീച്ചർ പറഞ്ഞത് എന്തായാലും നന്ദി. കൊറേ പഠിച്ചിട്ട് ഇതാണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത്രയും അതെ, അതെ, പോർഷൻസ് നോക്കിയാൽ മതിയല്ലോ. വളരെയധികം നന്ദി, നമസ്കാരം. അത് തന്നെ, താങ്ക് യു മിസ്. ഇത് കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. ഇനിയിപ്പോ ഏത് ഭാഗത്ത് നിന്ന് നോക്കണം എന്നൊരു ഐഡിയ എന്താ പറയുക കിട്ടിയല്ലോ. ടീച്ചറെ, പെട്ടെന്ന് എക്സാം പറഞ്ഞു, കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എല്ലാം ഞാൻ കൂടി എങ്ങനെ ഫുഡ് പഠിക്കുക? കഴിക്കാതിരുന്നതിൽ ഉപയോഗമുണ്ട്. പിന്നെ ഇനി പോയി കഴിക്കാം, ചെറിയ കുട്ടി, സമാധാനം. നമ്മള് സ്റ്റുഡൻസ് അല്ലല്ലോ, ഓൺലി ഫാമിലി ജീവിക്കുന്നവരാകുമ്പോ കുറെ പണികളുണ്ടല്ലോ, പഠിക്കാൻ മാത്രമായിട്ട് ഇരിക്കാൻ ടൈമേ കിട്ടുന്നില്ലേ. അതുകൊണ്ടാണ്. എന്തായാലും താങ്ക് യു ടീച്ചർ. എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ, അതും ഇംഗ്ലീഷ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടാവും എന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിക്കേറി വന്നേ. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചോദിക്കരുത്, ഇത്രയേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ പറഞ്ഞാൽ നിൽക്കുക, എക്സാം പിന്നെ ആൻസർ മാത്രം എഴുതേണ്ടി വരും, ക്വസ്റ്റ്യൻ പോലും വായിക്കേണ്ടി വരില്ല. താങ്ക് യു മിസ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ താങ്ക് യു പറയണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ടീച്ചർ പൊളിയാണ്. അതെ അതെ. ടീച്ചർ അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വന്നല്ലോ, അതിന് വലിയൊരു ബിഗ് സല്യൂട്ട്. ഇതൊക്കെ മാർക്ക് വരുമ്പോ കാണണം കേട്ടോ, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കും ഇത്രയൊക്കെ ഉണ്ടെന്ന്, എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് വരവുണ്ട്, അപ്പൊ നമുക്ക് പറയാം. എന്നിട്ട് ഈ താങ്ക് യുന്റെ ഒക്കെ മറുപടി തരും. ഓൺലൈൻ ആയതുകൊണ്ട് ഒരു ധൈര്യം ഉള്ളതെന്ന് വെച്ചാൽ അടി കിട്ടൂല എന്നുള്ളൊരു ധൈര്യം മാത്രമേ ഉള്ളൂ. അതെ അതെ, 10ൽ 10 മാർക്ക്, 10 ഔട്ട് ഓഫ് 10. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, 20 മാർക്സ് 20 മാർക്സ് 10 മാർക്ക്. സോറി 20 ആണ് കേട്ടോ, 20 ആണല്ലേ? 20 ആണേ. അപ്പോ സിമ്പിൾ മാർക്ക് മതിയോ? മാം ഈ എക്സാമിന് 20 മാർക്കിനാണോ? 20ക്ക് 10 മതിയോന്ന് അതായത് മിസ് 10 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ? 10 ക്വസ്റ്റ്യൻസ് into 20 അല്ലേ വരുന്നുള്ളൂ. 20 ക്വസ്റ്റ്യൻ ആന്ന് വിചാരിച്ച് കിളി പോയി. അതാ 2 മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻ, അല്ലെ ആൻസർ മാർക്ക് വരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ടഫായിട്ട് ഒന്നുമില്ല, കൂൾ ആയിട്ട് വായിച്ചു നോക്കാം, ആൻസർ ചെയ്യാം. ഇത്ര നേരം ഇംഗ്ലീഷ് ആണ് പാടെന്ന് പറഞ്ഞിരുന്നു, ഇനി മറ്റത് നോക്കണമല്ലോ. ഇംഗ്ലീഷ് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസും എല്ലാരും നോട്ട് ചെയ്ത് വെക്കുക, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, പഠിക്കുക, ഇത്രേ പറയാനുള്ളൂ എനിക്ക്. ധൈര്യമായിട്ടിരിക്കുക. താങ്ക് യു. ഓക്കെ, പോട്ടെ. എന്താണ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? താങ്ക് യു ടീച്ചർ. നമ്മള് ഭയങ്കര ഹാപ്പിയാണ് മിസ്, ടെൻഷൻ ഫ്രീ ആയല്ലേ? അതെ അതെ, അത് വലിയ ടെൻഷൻ ഒഴിവായി. പറഞ്ഞു തന്നുണ്ട്, ആ പാർട്ട് മാത്രം നോക്കിയാൽ മതിയല്ലോ, അത് ഞങ്ങൾ നന്നായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ടൈം 2 ഞാൻ ഇതുപോലെ വരാൻ എടുക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. See you on next class. താങ്ക് യു മിസ്. താങ്ക് യു ടീച്ചർ. Thank you miss. Thank you, miss. Thank you miss. Thank you.